ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷാദ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞാൽ മാത്രമല്ല നമ്മൾ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഹലോ അസ്സലാമു അലൈക്കും, ഞാൻ ഷഫ്ന ഷെറിൻ, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ആഹാ, സ്റ്റുഡൻ്റ് ആണല്ലേ. അപ്പോൾ പ്രേക്ഷകർ അന്തമിട്ട് നിൽക്കണ്ട, എന്തിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഒരു പാടത്ത് നിൽക്കണത് അല്ലേ? എന്താണ് ഷഫിനോട് വരാനുള്ള കാരണം? അതായത് നമ്മളെ നേരത്തെയുള്ള വീഡിയോ കണ്ടിട്ട്, അതായത് ഈ ഒരു പ്രദേശം എല്ലാവർക്കും മനസ്സിലാവില്ലേ, നമ്മൾ പ്രേക്ഷകരൊക്കെ കണ്ടതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ യാദൃശ്ചികമായി കണ്ട, നമ്മളെ സ്ഥിരം കാണുന്ന പ്രോഗ്രാം കാണുന്ന ഒരാളെന്നല്ല. സ്ഥിരം കാണാറുണ്ടോ? ഇല്ല അല്ലേ? പാരന്റ്സ് ആണ് കാണാറ്. ഞാനൊരു ക്യൂരിയോസിറ്റിന്റെ പുറത്ത് ഒന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പോഴാണ് കണ്ടത് ഇങ്ങനെ ഒരു പരിപാടി. ഇങ്ങനെ കണ്ടതല്ലേ? അതായത് നമ്മൾ ഈ ഒരു 10,000 ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം നമ്മൾ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് നമ്മളെ ഇതിൽ സഹകരിക്കാൻ തയ്യാറായി. പക്ഷെ ഇത്രയും ചെറിയൊരു കുട്ടിയില്ലേ, അതായത് സ്റ്റുഡൻ്റ് ആണ് കേട്ടോ, +1 പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സ്കീം കണ്ടപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാന്ന്. അപ്പോൾ സ്ഥലം എല്ലാം കണ്ടിട്ട് തീരുമാനിക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. എന്തായാലും നമുക്ക് സ്ഥലം കണ്ടു നോക്കാം അപ്പോൾ അല്ലേ ഷെഫിന? അപ്പോൾ കാര്യമായിട്ടാണെന്നെയാണല്ലേ, ഞാൻ തമാശയ്ക്ക് വിളിച്ചെന്ന് വിചാരിച്ചത്. അതായത് കുറേ പേര്, കാരണം ഒരുപാട് ആളുകൾ നമുക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഇത്ര അടുത്തുള്ള ഒരാളാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇവിടെ അടുത്താണല്ലോ വീട്? തന്നെയാണ്, ഇവിടെ അടുത്താണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യാലോ ഇടയ്ക്കിടയ്ക്ക്. വീക്കെൻഡിലൊക്കെ ക്ലാസ് ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് കാണാം. കണ്ടപ്പോൾ എന്തായാലും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഞാൻ ഓക്കെ ആണ്. ഒരുപാട് ആളുകൾ പറയും തട്ടിപ്പുകൾ ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ ഒരുപാട് നമുക്ക് ഇപ്പൊ തന്നെ ടി വിയിലൊക്കെ വാർത്ത ഉണ്ട്, പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കാന്നൊക്കെ പറഞ്ഞ ആളുകളെ കയ്യിൽ നിന്ന് കാശൊക്കെ പറ്റിച്ചത്. അപ്പൊ അങ്ങനെ പേടി തോന്നുന്നുണ്ട് നമുക്കിത് കാണുമ്പോൾ? ഇത് നമുക്കൊരു തട്ടിപ്പായിട്ട് പെടും? ഇല്ല, എനിക്ക് ആദ്യം അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കുറെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓൺലൈൻ ബിസിനസ് ഒക്കെ അവർക്ക് ഉണ്ടാവും, പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കാണ്ട് ഒരു പാർട്ട് ടൈം ജോബ് എന്നുള്ള രീതിക്ക് ഒരു റവന്യൂ വേണമെന്ന്. അപ്പൊ ഇവരിങ്ങനെ ഓൺലൈൻ ബിസിനസ് പോലെ ചെയ്തിട്ട് ഗെയിമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറെ അവരുടെ പൈസയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്താ, വിശ്വാസപ്പെട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ എനിക്കാണെങ്കിലും നിഷാദ് ഖാനെ കണ്ട് സംസാരിച്ചിട്ടും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി. കുഴപ്പമില്ലാന്ന് തോന്നി അല്ലേ? കാശ് പോവില്ലാന്ന് തോന്നി. കാരണം നമ്മള് ഗെയിം കളിക്കണ പോലെ ഒന്നല്ല, നമുക്കിത് കുറച്ച് റിസ്ക് ഉണ്ട്. നമുക്ക് റിസ്ക് ആണ്. പക്ഷെ ഇവിടെ കയറുമ്പോ ഒക്കെ ശ്രദ്ധിക്കണ്ട, നമുക്ക് ബിസിനസ് റിസ്ക് അല്ലെങ്കിലും ഇവിടുത്തെ നടക്കാനും കയറാനൊക്കെ നല്ല റിസ്ക് ആണ്. വീണ ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കാം. പിന്നെ ഇതൊരു വേറൊരു രസം എന്താ വെച്ചാലേ, നമുക്ക് നല്ല നിൽക്ക് ഞാൻ ഒരു ഹെൽപ്പ് ചെയ്യാം. ഇതിൽ പിടിച്ചിങ്ങനെ കയറിക്കോ. പിടിച്ചു പോരട്ടെ. അങ്ങനെ വലിയൊരു കടമ്പ നമ്മൾ കടന്നു കിട്ടില്ലേ. ഈ ഒരു പന മനസ്സിലായോ? അതായത് നമ്മുടെ നാടിന്റെ പാലക്കാടിന്റെ ഒരു പ്രതീകമാണ് കരിമ്പനകളുടെ നാടെന്ന് പറയും. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് പനകളൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറെ കുരങ്ങൻകുട്ടികളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുരങ്ങൻകുട്ടികളുടെ വീഡിയോ നമ്മൾ ഇടയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോകണതാണ് അങ്ങനെ. അപ്പോൾ അന്ന് ബാലേട്ടൻ, നമ്മൾ കല്ലൂർ ബാലേട്ടൻ പറഞ്ഞൊരു പക്കറ്റ് 10 ലക്ഷത്തോളം ഇങ്ങനത്തെ കരിമ്പന വെച്ച് പിടിപ്പിക്കുകയാണ് നമ്മുടെ പരിസരത്തൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനെ മനസ്സുള്ള ആളുകളൊക്കെ വളരെ അപൂർവമാണ്. അത് ഒരു എന്താ പറയുക, ഒരു വ്യക്തി സ്പോൺസർ ചെയ്താട്ടോ അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ നീളെ നടന്ന് വെക്കാനൊന്നും പറ്റില്ലെങ്കിലും നമ്മുടെ സ്ഥലത്ത് നമുക്ക് വെച്ചുകൂടെ അല്ലേ? എന്തെങ്കിലും ഉപകാരപ്പെടുന്ന സാധനങ്ങൾ, വല്ല തക്കാളിയോ അതല്ലെങ്കിൽ എന്താ പറയുക കരിമ്പൊക്കെ ഇഷ്ടമല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കരിമ്പ്. നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ പ്യൂറായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കരിമ്പ് കൃഷി ചെയ്തുകൂടാ ഇങ്ങനെയൊക്കെ ചോദിക്കും. പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇതേപോലെ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് വന്നിരിക്കുന്നത്. ഈ പ്രായത്തിലുള്ള ഒരാളാട്ടാ. അത് നല്ല മൊഞ്ചുള്ള കുട്ടി അല്ലേ? ഇതൊക്കെ പോകട്ടെ, വെയിലൊക്കെ കൊണ്ടാലേ. അതായത് 2 കളറാണ് കണ്ടില്ലേ? നമ്മൾ ആദ്യം ഈ ഫീൽഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് അത്യാവശ്യം കുറച്ചുകൂടെ ഉണ്ട്. പക്ഷെ മുഖം ഒന്നും കറക്കണില്ല, എന്താ അറിയില്ല, വെയിൽ കൊള്ളുന്നതോറും ഈ കൈയൊക്കെ കറുത്ത് വരണം. അപ്പൊ എന്തായാലും നോക്കാം, നമുക്ക് അതിന് വേണ്ട സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമുക്കിവിടെ കൃഷി ചെയ്യാം. നല്ല മഞ്ഞൾ അല്ലേ, സാധാരണ പെൺകുട്ടികളൊക്കെ കൂടുതൽ ഉപയോഗിക്കുക, കസ്തൂരി മഞ്ഞള്, അതുപോലെ നാട്ടുമഞ്ഞള്. ഇതൊക്കെ എന്ത് ചെയ്യുക, കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടിലും എപ്പോഴെങ്കിലും ഒരു സൺഡേ ലീവുള്ളപ്പോൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ കുട്ടി വന്നോ, ഇനിയിപ്പോൾ അവർ കാശ് തന്നിട്ടില്ല, അവര് നിക്ഷേപം ഒന്നും മേടിക്കണ്ട. പക്ഷെ നമുക്കൊരു സ്ഥലമുണ്ട്, അടിപൊളി സ്ഥലമുണ്ട്. ഫ്രണ്ട്സ് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ റെഡിയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും സാധാരണ രീതിയിൽ കുട്ടികളൊക്കെ പല സ്കീമിൽ ഇപ്പോൾ എന്താണ് ഷഫ്ന മോള് പറഞ്ഞ പോലെ അല്ലേ, കുറേ ഗെയിമിലും ഓൺലൈൻ മേഖലയിൽ പൈസ കളഞ്ഞിട്ടുണ്ടാവും. പിന്നെ വീട്ടുകാർക്ക് പിന്നെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ ഇതുപോലെ സ്കീമാണ് തരാതിരിക്കോ? ഇല്ല, തീർച്ചയായിട്ടും. നമ്മൾ 2 ചുരിദാറോ 2 ഡ്രസ്സൊക്കെ എടുക്കണം, കാണും കൂടെ ചെയ്താണ്. അപ്പൊ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി എന്ത് ചെയ്യണം, നമ്മൾ സ്വന്തം സ്ഥലമാണ്, നമുക്ക് നമ്മളെ നിക്ഷേപം എന്ന് വെച്ചാൽ പല ഭാഗത്താണ്. ആലപ്പുഴ ഉണ്ട്,
തിരുവനന്തപുരം ഉണ്ട്, ഇടുക്കി ഉണ്ട്, പല സ്ഥലത്തുള്ള അവർക്കൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. അപ്പം ഇവിടെയുള്ള കുറച്ച് ഇൻവെസ്റ്റേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചെറുകുട്ടികളെ കൊച്ചു കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് മഞ്ഞളോ ഇനി കരിമ്പോ ഇനി എന്ത് വേണമെങ്കിലും വെക്കാം അല്ലേ. അപ്പോൾ എപ്പോഴൊന്നും വെച്ച് ഇതിന് കൊത്തിക്കളയ്ക്കാനൊന്നും കൂടണ്ട. പഠിക്കുന്ന സമയമൊക്കെ പഠിക്കാട്ടാ. നമുക്ക് എന്താണ് പഠനത്തിലൊന്നും ഇതിനെന്ത് ചെയ്യാൻ ബാധിക്കാൻ പാടില്ല. പക്ഷെ ഗെയിം നമ്മൾ ഫോണിന്റെ ലോകത്ത് നമ്മൾ സ്ക്രീനിലാണല്ലോ എപ്പോഴും കുട്ടികളല്ലേ, അപ്പൊ പറയുമ്പോ ചിലപ്പോ ഇഷ്ടപ്പെടില്ല. അപ്പൊ നമ്മൾ ആ ഫോണിൽ നിങ്ങൾ ആ മുഖം ഒന്ന് ഉയർത്തിയിട്ട് നമ്മളെ സ്ഥലത്ത് തന്നെ നാച്ചുറലേക്ക് സാധാരണ കമന്റ് ഇടുക, എന്ത് രസമാന്നൊക്കെ കമന്റ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. നമ്മൾ ആ കമന്റ് നമ്മുടെ നാടിന് കൊടുക്കുക അല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു അത്ര മനോഹരമായ സ്ഥലത്തൊക്കെ എന്ത് ചെയ്യാം, ഒരു തൈ വെക്കും, ഒരു റോസാപ്പ് വെച്ചാൽ അതൊന്ന് വിരിഞ്ഞു വരുമ്പോൾ എന്ത് രസമായിരിക്കും. നമ്മൾ വെച്ചാന്ന് പറയുമ്പോൾ അല്ലേ, റോസാപ്പ് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്, നമ്മൾ ഒന്നൊരു സന്തോഷമല്ലേ. അപ്പൊ അത് തീർച്ചയായിട്ടും അതുപോലെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ മതി. നമുക്ക് വലിയ കൃഷിക്കാരനാകുക അല്ലെങ്കിൽ ഒരുപാട് കാശ് സമ്പാദിക്കുക എന്നുള്ളതല്ല, നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ. ഇതൊക്കെ ഇപ്പൊ നമ്മൾ വെച്ചിട്ടുണ്ടായതാണ്, അല്ല നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാവണതാണ്. അപ്പൊ അത്രയും നല്ല മണ്ണായതുകൊണ്ടാണ് മഴ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവും. ഈ കമ്മ്യൂണിസ്റ്റ് വെച്ചൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ വീഴുമ്പോൾ കുട്ടിക്ക് അറിയോന്ന് അറിയില്ല, ഞങ്ങളെ ചെറുപ്പത്തിൽ ആ ഇല എടുത്ത് വെക്കും. അതുപോലെ 100 കണക്കിന് മരുന്ന് ചെടികൾ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചെടികളും 3 മാസം അല്ലെങ്കിൽ 1 മാസം കൊണ്ടൊക്കെ ഇപ്പൊ ചീര പിന്നെ തണ്ണിമത്തൻ ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് 10-60 ദിവസം കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വിളവെടുക്കാൻ പറ്റും. പക്ഷെ ഇതിനൊക്കെ ആൾ വേണം, മാൻ പവർ വേണം. കാശ് എല്ലായിടത്തും ഉണ്ടാവും, കാശ് ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ മാൻ പവർ ഉണ്ട്, ആളുകൾ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ വേണം, അപ്പോഴേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഈ പരിസരം വെള്ളമൊക്കെ കിട്ടും, നടന്ന് നോക്കിയാലോ അല്ലേ. ഇന്ന് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്കൊക്കെ ഉള്ളൊരു സംശയമാണ്, ഇവിടെ വെള്ളം കിട്ടില്ല, ഈ പാടങ്ങളാണല്ലോ ഉണങ്ങി കിടക്കും വേനൽക്കാലത്ത് പറയും, വെള്ളം കിട്ടില്ല അങ്ങനെയൊക്കെ ഇടയ്ക്ക് കമൻറ്റ് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി ഇങ്ങോട്ട് നോക്കിയേ, താഴെ നോക്കിയേ, വെള്ളം ഉണ്ടോ ഇല്ലയോ നോക്കിയേ. ഈ അറ്റ വേനലിൽ വെള്ളം ഇവിടെ ആരെങ്കിലും മോട്ടർ അടിച്ച് നിറച്ചൊന്നല്ല, അത് നാച്ചുറലായിട്ട് കിടക്കണതാണ്. അതിനൊരു കാരണമുണ്ട്, നമുക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞു കുളം ഉണ്ട്. ആ കുളം ഒന്ന് കാണാം അല്ലേ. വല്ലാത്തൊരു ഇൻവെസ്റ്റർ കേട്ടോ, അതായത് കുറച്ചൊന്നല്ല എല്ലാം അറിയണം, എന്നാലാണ് പൈസ വരുള്ളതെന്ന് പറയണേ. എന്തായാലും നോക്കി നടക്കണേ. വെള്ളം ഉണ്ടോ നമുക്ക് കാണാം. അപ്പോൾ ഈ പാടത്തൊക്കെ വെള്ളം എങ്ങനെ വരുന്നത് വെച്ചാലേ, ഇവിടെ നമുക്ക് ചെറിയൊരു കുഞ്ഞു കുളം, അതായത് ഇതൊക്കെ പെട്ടോ, ഇതൊക്കെ നമുക്ക് ഇവിടെയൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് ഇതൊരു കായ്ബലല്ല, ഈ തെങ്ങൊക്കെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുതിയത് നല്ല, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ വല്ല പോത്ത ആടൊക്കെ വളർത്താൻ ഇവിടെ ഷെഡൊക്കെ അടിക്കാം, നല്ല ഗ്രീനറി അറ്റ്മോസ്ഫിയർ. അതെ അങ്ങനെ പറയും, പഠിക്കുന്നതിന് ഗുണമാണ് അങ്ങനെ. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ലാംഗ്വേജിൽ പറയാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് രണ്ടും വേണം. ഇപ്പോഴത്തെ കാലത്ത് വളരെ എന്താ പറയുക, ടെക്നോളജി ഉപയോഗിച്ചിട്ടൊക്കെ ഫാമിങ് നടത്തുന്ന ആളുകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ കുളം എന്ന് പറഞ്ഞത് അല്ലേ. ഈ കുളത്തിലേക്ക് ഒരു കല്ലിട്ട ബ്ലൂം എന്ന് സൗണ്ട് ആക്കും, ബ്ലൂം. നോക്കാം, അത് കല്ലില്ല, അപ്പോൾ ഒരു വടിയാണ്. ഇങ്ങോട്ട് വാ ക്യാമറ. വെള്ളം കുളത്തിലൊന്നും വീടില്ല, പേടി. ഈ ചണ്ടി നിറഞ്ഞിരിക്കുകയാണ് ഇത്. പക്ഷെ ഇതൊരു കണക്കിന് നല്ലത് വേണ്ട, എന്താ പറയുക, ഈ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയില്ല ഇതിങ്ങനെ അല്ലേ, വെയിലൊക്കെ തട്ടുമ്പോൾ. നമ്മളിത് എന്ത് ചെയ്യുക, ഒന്ന് ക്ലീൻ ചെയ്യുക. ഇത്രയും വെള്ളമുണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്താൽ നമുക്ക് നനയ്ക്കാനൊക്കെ വെള്ളം കിട്ടും. ഇപ്പൊ ബോധ്യം വെള്ളം കിട്ടുന്ന മനസ്സിലായ കുട്ടി, മനസ്സിലായി. ഇനി നമുക്ക് അവിടെ എന്തൊക്കെയുള്ളത് അല്ലേ, ഇങ്ങനെ പരിസരമൊക്കെ നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു ചാലിട്ടാൽ മതി. ഇങ്ങനെ ഒരു ചാലിട്ടത് കുളത്തിന് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, വെള്ളം കിട്ടും. പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് നമ്മളെ കൃഷി ഓഫീസിൽ പോയിരുന്നു. അപ്പൊ അവിടെ പിന്നെ ഇപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാ ഓഫീസേഴ്സൊക്കെ പെൺകുട്ടികളാട്ടാ. അപ്പൊ അവിടുത്തെ മാഡം പറഞ്ഞെന്താ അറിയോ, നിങ്ങൾ കൃഷി ചെയ്യണമെങ്കിൽ എല്ലാ ഹെൽപ്പും ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ഇവിടെ ഒരു മോട്ടോർ പെര കെട്ടിയാൽ നമുക്ക് അഗ്രികൾച്ചർ പർപ്പസിലെ കറണ്ടൊക്കെ തരാറുണ്ട്. അപ്പോൾ അതെ, അപ്പോൾ തീർച്ചയായിട്ടും. പിന്നെ അവിടെ നിറയെ സ്റ്റുഡൻസിനെ കണ്ടു, നമ്മളെ മണ്ണുത്തി എന്നൊക്കെ ഓരോ കാര്യങ്ങൾക്ക്, മറ്റേ കോളേജില്ലേ, അഗ്രികൾച്ചർ കോളേജ്, അവിടെ നിന്നൊക്കെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ അറിയാനൊക്കെ വേണ്ടി കൃഷിയെക്കുറിച്ച് ചോദിക്കാനൊക്കെ കുറേ സ്റ്റുഡൻസ് കണ്ടു. അപ്പോൾ തീർച്ചയായും സ്റ്റുഡൻസൊക്കെ ഈ മേഖലയൊക്കെ ഇറങ്ങിയാൽ നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാം അല്ലേ. ഇപ്പൊ ഫുള്ള് പോയിസൺഡ് ഫുഡാണല്ലോ. അതെ. അപ്പൊ നമ്മളെ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പച്ചക്കറി അരിയൊക്കെ ലോഡ് കണക്കിന് വരണം. ഒരു ലോറി സമരമൊക്കെ വന്നെന്തായി, തീ കത്തണ പോലെ വില കൂടി ഇല്ലേ. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ചെയ്യണം. ഫോണിന്റെ ലോകത്ത് നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നാച്ചുറലേക്ക് ഇറങ്ങാം. ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല, നമ്മൾ കാശ് കൊടുത്ത് സ്ഥലം വാങ്ങിക്കണോ, കാശ് കൊടുത്ത് കൂലിക്ക് ആളെ ചെയ്യിക്കണോ, നഷ്ടമായിരിക്കും. അതായത് കൂലിക്കൊക്കെ ആളെ എല്ലാവരും പറയും നഷ്ടമാണ്. പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ ആലോചിച്ചാൽ എന്തായി, ലാഭമല്ലേ. നമ്മളൊരു 500 രൂപ 1000 രൂപ ഒരു കർഷകന് കൂലി കൊടുത്ത് വിചാരിക്കുക, നമ്മളതിന്ന് 1 കിലോ എന്താ പറയാ പച്ചക്കറി ഉണ്ടാക്കി. ഈ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ പാമ്പ് കണ്ട പേടിയുണ്ടോ?
അയ്യോ ഇല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചാണ് പാമ്പ്. പണ്ട് ഒരിക്കൽ ശരിക്കും പാമ്പ് വന്നു, ക്യാമറമാൻ ഇങ്ങനെ അവിടെ നിൽക്കാണ്. അപ്പൊ ഞാൻ അയ്യോ പറയുമ്പോൾ എനിക്ക് പേടിച്ചു. ക്യാമറ നിലത്തോട്ട് ഓടും, അയ്യോ ഞണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ക്യാമറ ഒന്നും കൂടി എടുത്ത് എവിടെ എവിടെ അപ്പൊ അതേപോലെ പാമ്പിനെ കണ്ട പേടിക്കാൻ പാടില്ല, നമ്മളൊന്നും ചെയ്യില്ല, നമ്മൾ അതിനൊന്നും ചെയ്യാതിരുന്നാൽ മതി. അപ്പൊ ഇതിങ്ങനെ നമുക്ക് ഇവിടെയൊക്കെ അല്ലേ ഷെഡൊക്കെ അടിക്കാൻ പറ്റും, ഷെഡൊക്കെ അടിക്കാം, കറണ്ട് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറെ തോട്ടാട്ടോ, നമ്മുടെ അതിരിങ്ങനെ അവിടെ വേലിയുണ്ട്. പിന്നെ ഇതാ നിറയെ ശീമൊക്കെ, ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ വെട്ടിക്കളയാം. അപ്പോൾ അതിനൊക്കെ ശരിക്കും നമുക്ക് കൂലി എടുക്കണ്ട. നമ്മുടെ നിക്ഷേപരിൽപ്പെട്ട ഒരു 10 പേര് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഓരോ വെട്ടുകത്തി എടുത്തിട്ട് നമുക്കിതൊക്കെ ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു നമ്മുടെ ഹെൽത്തിനല്ലേ ഒരു എക്സസൈസ് പോലെ ആയില്ലേ. കാലത്തൊക്കെ വന്നാൽ വെയിലൊന്നും കൊള്ളണ്ട, നേരത്തെ ഒരു 8-9 മണിയാകുമ്പോഴത്തേനും നമുക്ക് തീർത്തിട്ട് പോവാം. ആഴ്ചയിൽ ഒരിക്കലല്ലേ ഉള്ളൂ, വിഷമം കണ്ട വെയിലുള്ളതുകൊണ്ട് നമുക്ക് വർക്ക്ഔട്ടായി ഹെൽത്തി ഫുഡ്സും യെസ് അതാണ്. അപ്പൊ നമുക്ക് അത് ഹാപ്പി അല്ലേ, ഇപ്പൊ സ്ഥലങ്ങളൊക്കെ കണ്ട് ഹാപ്പി അല്ലേ. ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ അങ്ങോട്ട് 300 സെന്റ് സ്ഥലമാണ്. അപ്പൊ ഇനി വരുമ്പോ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് വരണം, ഇടയ്ക്കൊക്കെ വിളിച്ച് ഇവിടെ ഒരു ടെന്റൊക്കെ അടിച്ച് നമുക്ക് നല്ല മീനൊക്കെ പിടിച്ചിട്ടേ ഇവിടെ അടുത്ത പുഴയിൽ എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ വേണ്ട കാശ് കൊടുത്ത് വാങ്ങിട്ട് വരാം, അല്ലെങ്കിൽ ചിക്കനൊക്കെ എന്ത് ചെയ്യുക ഗ്രില്ല് ചെയ്ത് കഴിക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ നിക്ഷേപകരൊക്കെ ദൂരത്തുനിന്നൊക്കെ വരുമ്പോഴേ 2 ദിവസം അവർക്ക് താമസിക്കാനൊക്കെ എന്ത് ചെയ്യാം, നല്ലൊരു ടെന്റൊക്കെ ഇല്ല. എല്ലാവരും തയ്യാറാണെങ്കിൽ നമ്മൾ കാശിന്റെ പുറകെ മാത്രം ഓടാൻ പറ്റില്ല, നമ്മളൊരു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ അത് ഇന്ന് വല്ലാത്ത ഹാപ്പിയാണ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഒരു കുഞ്ഞു നിക്ഷേപക നമ്മളെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ ഇതൊക്കെ കാണണമെന്ന്. അപ്പോൾ എന്തായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇടയ്ക്ക് വരണം ഈ ഒറ്റ വീഡിയോയിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഫ്രീ ടൈമിലൊക്കെ വന്നോളൂ. നമ്മളിങ്ങനെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ പോവാണ്, വരില്ലേ? വീട്ടിൽ ചോദിച്ചിട്ടില്ല, പഠനത്തിന് ബാധിക്കാനും പാടില്ല. പഠനത്തിന് ബാധിച്ച അതിനൊഴിക്കും. അതായത് ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, നമ്മളൊരു 2, 3, 4 മണിക്കൂർ ദിവസം ഫോണിൽ ചിലവഴിക്കും. എത്ര എല്ലാ പറയുന്നത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിനാന്ന് പറഞ്ഞെങ്കിൽ ഫോൺ വീട്ടുകാർക്ക് മേടിക്കും ഇല്ലേ, മേടിക്കും. അപ്പൊ അതിന്ന് ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം, അത്രേ ഉള്ളൂ, അത്ര നമ്മൾ പറയണല്ലോ. അപ്പോ വേറെന്താ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയമൊന്നുമില്ല, എല്ലാം ഇപ്പൊ ക്ലിയർ ആക്കി തന്നു. പിന്നെ കണ്ടല്ലോ, നേരിട്ട് കണ്ടല്ലോ, പിന്നെ സംശയങ്ങളൊന്നുമില്ല. ഇനി ചെയ്യേണ്ടതെന്ന് അറിയോ, ഏതെങ്കിലും നമുക്ക് ഈ സത്യം പറഞ്ഞാൽ കൃഷി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പേടിച്ച് ഒരുപാട് കാശിറക്കി ചെയ്യാം. ഞാൻ ഇടയ്ക്ക് ചേനക്കൃഷിയെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ചെറുപ്പശ്ശേരിയിലൊരുക്കെയാണ് ഒരുപാട് ഒരു 15 ഏക്കറിലെ ചേനക്കൃഷി ചെയ്യണം. അപ്പോൾ നമ്മൾ അത്രയും കാശ് കൊടുത്ത് നമുക്ക് കൃഷി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് വർഷത്തിൽ 2-3 വർഷം ഫ്രീ ആയിട്ട് കുറേ വിത്ത് കിട്ടും, ചീര വിത്തും ചേമ്പ് വിത്തും അങ്ങനെ കുറേ വിത്തുകൾ കിട്ടും. അതന്നെ കൊടുന്ന് ഇട്ടാൽ മതി. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യണം, ആ സമയം മഴയുടെ സമയം നനവൊക്കെ നോക്കിയിട്ട്. അപ്പോൾ എന്താവും, നമുക്ക് നല്ല ഈ പറഞ്ഞ പോലെ നല്ല ഫുഡിലെ ഉപ്പേരൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ വെച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കാശ് നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങിക്കണം. എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, വലിയൊരു ചെമ്പിൽ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെച്ചിട്ട് ഇരുന്ന് കഴിക്കാം. പക്ഷെ നമ്മൾ മാത്രമാകുമ്പോൾ നമ്മൾ അത് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, അതിനെന്താണ് ചിലവ് അത് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതൊരു ലാഭമായിട്ട് നമ്മൾ ഇതിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ആടൊക്കെ ഉണ്ടെങ്കിൽ കണ്ട ഈ പുല്ലും ഈ അല്ലേ കാടിന് ഇഷ്ടപ്പെട്ടതാണ്. നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് പാത്തുമ്മയുടെ ആടുന്നല്ലേ, പാത്തുമ്മയുടെ ആടൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മളും കുറച്ച് എന്ത് പറയണം, നമ്മളും കുറച്ച് ആടൊക്കെ വളർത്തണം. അപ്പോഴാണ് നാളെ ഇങ്ങനെ നിഷാദ് പാലക്കാടിന്റെ ആട് അങ്ങനെ പുസ്തകം വരുമോ? അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പാടത്തേക്ക് ഇറങ്ങണം. അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ, 2-3 ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്കവിടെ വന്ന് താമസിച്ച് ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ കൂടാൻ പറ്റുമെന്ന്. നിക്ഷേപം ചെയ്യാതെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. നിക്ഷേപരാണെങ്കിൽ എപ്പോഴും വരാം, നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു 10,000 ഇൻവെസ്റ്റ് ചെയ്തു വെച്ചാൽ ഒരു നഷ്ടം വരാനില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതായത് വിളിച്ചത് പിന്നെ കാര്യമായിട്ടാണെന്ന് അറിയില്ല, ഞാൻ തമാശക്ക് നേരം പോക്കുന്ന ആൾക്കാരെ വിളിക്കും, വെറുതെ വിളിക്കും, സംസാരിക്കും. അപ്പോൾ കാര്യമായിട്ടാണെങ്കിൽ അത് നമുക്ക് ആലോചിക്കാം അല്ലേ. നമുക്കിവിടെ തന്നെ താമസിക്കാൻ ഒരു സൗകര്യമൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നല്ല കാലാവസ്ഥയാണ് അല്ലേ, നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ അത് നമുക്ക് ആലോചിക്കാം. അപ്പോൾ എന്തായാലും ഇനി കൂടുതലൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വിസിറ്ററാണ് നമ്മുടെ ലാൻഡിലേക്ക്. ഇഷ്ടപ്പെട്ടപ്പോ കാരണം പൊരി വെയിൽ അപ്പുറത്ത്, നമ്മൾ ഈ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനല്ലേ തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് വരണം. നമ്മൾ പറയുമ്പോൾ ഈ കൂട്ടത്തിൽ പറയാട്ടോ, നമ്മൾ ആ കുരങ്ങൻകുട്ടികളെ വീഡിയോ കാണിച്ചില്ലേ, അപ്പോൾ അത് കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ 1-2 ആളുകൾ വളരെ ഇമോഷണലായിട്ട് സംസാരിച്ചു. പക്ഷേ അത് ആ കുരങ്ങൻകുട്ടികൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കൊതിയാവാണ്, എന്തൊരു ഹാപ്പിയാണ്, എന്തൊരു സന്തോഷമാണ്, നമുക്കെല്ലാം ഉണ്ട് സന്തോഷമല്ലേ ആവട്ടെ. അപ്പോൾ സത്യത്തിൽ
നമ്മളെക്കാൾ സന്തോഷം ആർക്കാണ്? ആ കുരങ്ങൻ കുട്ടികൾക്കാണ് അല്ലേ? നമ്മളെ പഴവും ഓറഞ്ചൊക്കെ കൊടുക്കുമ്പോൾ സത്യമായിട്ട് അതിന് തീർച്ചയായിട്ടും നമ്മളെ ബാലേട്ടനോടാണ് കടപ്പെട്ടിരിക്കുക. അദ്ദേഹം ഡെയിലി ചെയ്യുന്നതാണ്, നമുക്ക് സമയം കിട്ടും മാത്രമേ പോകുള്ളൂ. അപ്പോൾ ചോദിച്ച 1-2 നമ്മുടെ പ്രേക്ഷകരുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ വരാൻ പറ്റുമോ, ഞങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ദിവസം അവിടെ താമസിക്കാൻ പറ്റുമോ, പിന്നെ അങ്ങനെ എന്താ പറയുക നിങ്ങളെ കൂടെ കൂടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ തമാശയ്ക്കാണോ ഇനി കളിയാക്കിയതാണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ അതിനുള്ള എല്ലാ സൗകര്യം ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ വന്ന് താമസിച്ച് അത് എന്നും പോയി അവിടെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വരുമാനം വേണ്ടേ, ജോലി വേണം അല്ലേ? അല്ലാണ്ട് അല്ലെങ്കിൽ കയ്യിൽ കാശുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് വന്ന് എത്ര ദിവസം വേണമെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്ത് തരാം. അതല്ല, നിങ്ങൾക്ക് വന്നിട്ട് നമ്മളെ ഈ കൃഷി സ്ഥലത്തൊക്കെ നിന്ന് ജോലിയൊക്കെ ചെയ്ത് 10 രൂപ വരുമാനമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഹാപ്പി, അതാണ് ശരിക്കും ഹാപ്പിനെസ് അല്ലേ? കാശും വേണം, സന്തോഷം വേണം. അല്ലാണ്ട് വെറുതെ കാശില്ലാണ്ട് നമുക്ക് വെറുതെ സന്തോഷം കിട്ടില്ല. അപ്പോൾ കാശ് തന്നെ ഉണ്ടാവില്ല, നമ്മളെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പണിയെടുക്കാനും താമസിക്കാനും അങ്ങനെ സന്തോഷം കണ്ടെത്താനൊക്കെ ആഗ്രഹമുള്ള ആളുകൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ളവർക്ക് വരാം അല്ലേ? അതല്ലാണ്ട് നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് മേടിക്കാനും പറ്റില്ല, അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ നിർത്തല്ലേ, കൂടുതൽ പറയണ്ട. അപ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ പിന്നെ എല്ലാവരും വിളിക്കാം, നമുക്ക് അതിന് നമ്മുടെ അടുത്തുള്ള നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ വിളിക്കാം. പിന്നെ കൂടുതലൊന്നുമില്ല, ഇപ്പോൾ ഒരു ബൈ പറഞ്ഞാലോ. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ, പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും. അതുപോലെ സുഹൃത്തുക്കളൊക്കെ നമ്മളിപ്പോ ഒരു സിൽവർ ബട്ടൺ നമ്മൾ കിട്ടിയത് നമ്മളെ രാജാത്തി. അത് ശരി, അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്കിനി ഗോൾഡ് ആക്കണം. അപ്പോൾ അത് നിങ്ങളെപ്പോലുള്ള കുഞ്ഞു ആളുകളൊക്കെ ഇങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെട്ട എന്താവും, തീർച്ചയായിട്ടും നമ്മൾ വലിയൊരു കൂട്ടായ്മ ആവും. അപ്പോൾ എന്തായാലും വളരെ നന്ദി വന്നതിലും കണ്ടതിലും സംസാരിച്ചൊക്കെ. ഇടയ്ക്കിന് വരണട്ടാ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല ചിലപ്പോൾ. അതായത് നമുക്ക് ഇതിന് മുന്നേ 1, 2, 3 പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ വീഡിയോന്റെ താഴെ കൊടുക്കും. അപ്പോൾ അത് കാണുമ്പോഴേ മനസ്സിലാവട്ടെ എന്താണ്